ഹലോ ഗൈസ്, നമസ്കാരം. അപ്പം ഞാൻ വേറൊരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്ത കറി വീഡിയോയുടെ തന്നെ അതേ വീഡിയോ ഞാൻ ഫിഷ് ഫ്രൈ കൂടെ ചെയ്യുവാണ്. അപ്പോൾ ഫിഷിൻ്റെ ഫ്രൈ പീസ് ഇട്ടിട്ട് ഒരു മീൻ മുട്ടയും കൂടെ കിടപ്പുണ്ട്. ഒരെണ്ണം ഞാൻ കറിയിലിട്ടു, ഒരെണ്ണം വറക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഇതിലോട്ട് ആദ്യം ലേശം ഉപ്പ് പൊടി, ലേശം കൂടാം. എല്ലാത്തിലും പിടിക്കണമല്ലോ, ഫ്രൈ ചെയ്യേണ്ടതല്ലേ. ആറ്റുമീനായതുകൊണ്ട് മറ്റേതാണെങ്കിലൊക്കെ ഇത് നമുക്ക് കുറവാണ്. ഞങ്ങൾ ആറ്റുമീനെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. ഇടയ്ക്ക് മറ്റേ മീനാണ് കൂടുതൽ. അപ്പം ഇനി നമുക്ക് മുളക് പൊടി, നമ്മൾ കാശ്മീരി ചില്ലിയാണ്. ഇതിൽ ഒരു 1 2 3 സ്പൂണ് മുളക് പൊടി അതിനിട്ട് ഫ്രൈക്ക്. ഓക്കെ, ഞങ്ങൾ കുരുമുളക് കുറവാണ് ഇടുന്നത്. ഓക്കെ, അതിൻ്റെ 1 സ്പൂൺ, ഏകദേശം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. മൊത്തം ഇടത്തില്ല. ഓക്കെ, മഞ്ഞൾപ്പൊടി ഇത്രയും മതി. പിന്നെ ലേശം മല്ലിപ്പൊടിയും കൂടുവാണ് കേട്ടോ. ഓക്കെ, ലേശം മല്ലിപ്പൊടി, പിന്നെ പറഞ്ഞ പോലെ ലേശം ഫിഷ് മസാല. ഓക്കെ, നമ്മളത് നന്നായിട്ട് കൈയൊക്കെ കഴുകിയിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പം ആരും തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, നമ്മളിത് ലേശം, ഒത്തിരി ഒന്നും വെള്ളം ഒഴിക്കുന്നില്ല. ഞങ്ങൾ എണ്ണ വെച്ച് മാഗ്നേറ്റ് ചെയ്യുന്നില്ല. ലേശം വെള്ളം ഒഴിക്കുക, ഇളക്കാൻ. ഓക്കെ, വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാത്തിലും ഒന്ന് പിടിക്കട്ടെ. ഈ മസാലകളെല്ലാം ഓരോ മീനെയും നമുക്കിങ്ങനെ കുട്ടപ്പനാക്കി കുളിപ്പിക്കാം. അടിപൊളിയായിട്ട് എല്ലാത്തിലും നമുക്ക് കൊണ്ട് തേക്കാം മസാല. ഓക്കെ, എല്ലാത്തിലും മസാല ഇരിക്കട്ടെ. നാട്ടിലത്തേലും മസാല പിടിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നിട്ട് ഞാനൊരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുകയാണ്. ഈ മസാല നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഓക്കെ, A few moments later. ഓക്കെ, അപ്പം നമുക്കിനി ഇതിൻ്റെ പരത്തി വെച്ച ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പോഴത്തെ കുറച്ച് ഇരുന്നുകൊണ്ട് നന്നായിട്ട് പിടിച്ചു. നെയ്യത്തിലാണല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഫിഷ് അങ്ങനെയാണ് നല്ലത്. ആറ്റുമീനാണ്. ആറ്റുമീനൊക്കെ ആകുമ്പോൾ ഇച്ചിരി
നന്നായിട്ട് മുരിഞ്ഞെടുക്കാം. തിരിച്ചിടാം. ആവശ്യത്തിന് തിരിച്ചിട്ട് മറുവശം നന്നായിട്ട് മുരിച്ചെടുക്കാം. മറുവശം നന്നായിട്ട് മുരിയട്ടെ. നമുക്കൊരു മീൻകാരൻ്റെ പാട്ട് പാടിയാലോ? ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള വികാരി പെണ്ണിനെ കണ്ടില്ല. ചെമ്പല്ലി കരിമീൻ ചെമ്മീന പെണ്ണിൻ്റെ കുട്ടേൽ നെയ്യുള്ള പിടിച്ചണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള വികാരി പെണ്ണിനെ കണ്ടില്ല. ചെമ്പല്ലി കരിമീൻ ചെമ്മീന പെണ്ണിൻ്റെ കുട്ടേൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. മീനും കൊണ്ടഞ്ചറുവട്ടം അങ്ങോട്ടുമിങ്ങോട്ടു മൂടി ഞാൻ. മീനും കൊണ്ടഞ്ചറുവട്ടം അങ്ങോട്ടുമിങ്ങോട്ടു മൂടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീന പെണ്ണിൻ്റെ കൊട്ടയിൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ഓക്കെ, അപ്പം നമുക്ക് മീൻ ഫ്രൈ ആയെന്ന് നോക്കാം. ഇത് കാണിച്ചു. നമ്മുടെ മീൻ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ഈ മീനിൽ പാത്രത്തിലോട്ട് കോരാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള നമുക്ക് ഇത് കാണിച്ച് കോരുന്നു. ഇത്തിരി കിച്ചക്കം ഉപയോഗിച്ചാൽ നല്ലതാണ്. നമുക്ക് എണ്ണ ശരിക്ക് വാർന്നിട്ട് ലേശമൊക്കെ എണ്ണ വരുന്നുണ്ട്. നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം.
ഞാനിപ്പോൾ ഇതിലങ്ങ് എടുത്തതാണ്. അത് ടിഷ്യൂ നിരത്തിയിട്ടാണ് ഞാൻ മുകളിലാണെങ്കിൽ നമുക്കറിയാം. ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ എന്നേക്കാളും അടിപൊളി എക്സ്പേർട്ടാണെന്ന് എനിക്കറിയാം കേട്ടോ. ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളേ. ഓക്കെ, ബാക്കി പീസ് വിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇത് വെച്ച് പ്രശ്നം അപ്പോഴേക്കും കാണാൻ വാങ്ങിയിട്ടില്ല. കുട്ടറിൻ്റെ സിമ്മാക്കുമ്പോൾ ഗ്യാസ് കെട്ടുപോയി ഗൈസ്. അപ്പോൾ ഒന്ന് കത്തിക്കാം. ഓക്കെ, ഞാൻ പിടിക്കാതെ എൻ്റെ ക്യാമറാമാൻ്റെ കൈ ഇച്ചിരി തൊള്ളി കയറിയിട്ട് കുഞ്ഞ് ക്യാമറാമാനായതുകൊണ്ട് ക്യാമറാമാന് എന്നൊക്കെ വിശേഷം ഉറപ്പായിട്ടെന്തോ ക്യാമറാമാൻ ഇതൊരു ക്യാമറാമാൻ കുറച്ച് നേരം ഞാൻ കൈകാര്യം ചെയ്യാം. അപ്പോൾ ക്യാമറ ഞാൻ തന്നെ കൈകാര്യം ചെയ്യുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മീനിങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ക്യാമറാമാൻ തിരിച്ചു വന്നു ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തപ്പോൾ മീനിങ്ങനെ എണ്ണയിൽ കിടന്ന് വെച്ച് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാവരും ഇങ്ങനെ തിളക്കട്ടെ. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വല വീശി പോണോരി കണ്ട് അവരോടൊന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വല വീശി പോണോരി കണ്ട് അവരോടൊന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. അലക്കടലിൽ അലയും മുക്കുവരെ ഒരുമയോടെ വരുവിൻ വലയെറിയാൻ. അലക്കടലിൽ അലയും മുക്കുവരെ ഒരുമയോടെ വരുവിൻ വലയെറിയാൻ. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വല വീശി പോണോരെ കണ്ട് അവരോടൊന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. വലകൾ മാറി മാറി അലക്കടലിൽ വീശി നോക്കി വെറുതെ തോണിയുമായി അവരലയുമ്പോൾ ചെറുമീ പോലുമില്ല അവരലയുമ്പോൾ. വലകൾ മാറി മാറി അലക്കടലിൽ വീശി നോക്കി വെറുതെ തോണിയുമായി അവരലയുമ്പോൾ ചെറുമീൻ പോലുമില്ലാതവരലയുമ്പോൾ. വരുവീൻ വലയെറിയിൽ നിറയും വലവലിക്ക് മനസ്സിൻ്റെ അമരത്തെ ഗുരുവരുളുന്നു. മാനവരെ നേടുന്നോരാ
അലയും മുക്കുവരേ ഒരുമയോടെ വരുവിൻ വലയെറിയാൻ. ഒരിക്കൽ യേശുനാഥൻ കടൽ തിരയിൽ തോണിയേറി വല വീശി പോന്നോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ കടലിൽ അലയും മുക്കുവരേ ഒരുമയോടെ വരുവിൻ വലയെറിയാൻ. കടലിൽ അലയും മുക്കുവരേ ഒരുമയോടെ വരുവിൻ വലയെറിയാൻ. അപ്പോൾ നമ്മൾ ഫിഷും നമ്മുടെ പാട്ട് കഴിഞ്ഞിട്ട് ഫ്രൈ ആയി ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് ഇത് കോരിയെടുക്കാം. അപ്പം നിങ്ങൾ അതിൻ്റെ എണ്ണയൊക്കെ ഇല്ലാതെ ശ്രദ്ധിച്ചെടുക്കണം. ഞാൻ പേടിച്ച് പിന്നെ പാട്ട് കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ പാട്ടിൽ അദ്ദേഹം കരിക്കാൻ അനുവദിക്കില്ല ഗൈസ് ഫിഷ്. ഓക്കെ, അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ഫിഷ് ഫ്രൈയിങ് വ്ളോഗ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളൊക്കെ അടിപൊളി കുക്കിംഗ് ആൾക്കാരാണ്, ഷെഫ്സാണെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് കാണിക്കും. ഇതാണ് ഞങ്ങൾ നമ്മുടെ ഫിഷ് ഫ്രൈ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.